അപ്പോൾ ഈ വിഷയത്തിനകത്ത് SFI എല്ലാ കൊള്ളരുതായ്മകളിലും ആ പാർട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിനകത്ത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ തെളിവ് നശിപ്പിക്കാനോ, തെളിവ് കുറേ നശിപ്പിച്ചു, കുറ്റവാളികളെ സംരക്ഷിക്കാനായിട്ടോ നിങ്ങൾ പാർട്ടി മുദ്രയിടുന്നത്. കാരണം നിങ്ങളെല്ലാം മാതാപിതാക്കളല്ലേ. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയെ നമുക്കൊരു മതിപ്പുമില്ല, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നമുക്ക് മതിപ്പില്ല. പിണറായി വിജയനോട് ആകെ ബഹുമാനമുള്ളത് പിണറായി വിജയൻ എന്ന പിതാവിൻ്റെ കാര്യത്തിലാണ്. ശ്രീമതി വീണയുടെയും വിവേകിൻ്റെയും പിതാവെന്ന നിലയിൽ എത്ര വഴിവിട്ട മാർഗത്തിലൂടെയും തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ആ പിതാവെന്ന രീതിയിൽ വേണം ആ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടിനെ വായിക്കാൻ. വായിച്ചതിന് ശേഷം അദ്ദേഹം ഉറപ്പുവരുത്തണം കേരളത്തിൽ ഇനി ഒരിക്കൽ പോലും ഒരു സിദ്ധാർത്ഥൻ കൂടി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ബാധ്യത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനല്ല, വീണയുടെയും വിവേകിൻ്റെയും പിതാവായ പിണറായി വിജയനോടുള്ള എളിയ അഭ്യർത്ഥന കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, ദയവ് ചെയ്ത് SFI എന്ന് പറയുന്ന ക്രിമിനൽ സംഘത്തെ ഇതുപോലെയുള്ള ഇന്ന് ആ പിതാവ് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. അദ്ദേഹത്തിൻ്റെ മകൻ നഷ്ടമായി. ഒന്ന് പിണറായി വിജയൻ തന്നെ ആലോചിക്കണം. അപ്പോൾ അദ്ദേഹം ഇവിടേക്ക് വരാതിരുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞു, ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു കാരണം, ഞങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൺസേൺ രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞത് 41 കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തതെന്ന്. 41 കഴിഞ്ഞിട്ടില്ല പുറത്തേക്ക് ഇറങ്ങാത്തൊരു പിതാവ് മുഖ്യമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ലേണ്ടി വരികയാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എത്ര ദിവസമായിട്ട് പിണറായി വിജയൻ ഇവിടെയുണ്ട്. ആ പിതാവിനെ ഒന്ന് പോയി കണ്ടുകൂടെ? അങ്ങേപ്പോലൊരു പിതാവല്ലേ സിദ്ധാർത്ഥൻ്റെയും പിതാവ്. അങ്ങേക്കാൾ എത്രയോ വേദനിക്കുന്നൊരു പിതാവാണ്. അങ്ങയുടെ മക്കളുണ്ടാക്കിയ കുഴപ്പത്തിൻ്റെ പേരിലാണ് ഇത്. ഒരു കുഴപ്പവും ഉണ്ടാക്കാത്തൊരു മകൻ അതിക്രൂരമായി, അത് എനിക്കത് ആ റിപ്പോർട്ടിനകത്ത് ഏറ്റവും ക്രൂരമായ ഭാഗം, ഇത്ര ക്രൂരമായ മർദ്ദനമുണ്ടായി അതിന് ശേഷം ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന സിദ്ധാർത്ഥൻ അടിവസ്ത്രം മാത്രം ഇട്ടിട്ട് അവനെക്കൊണ്ട് ഓരോ റൂമിൻ്റെയും അവൻ്റെ റൂംമേറ്റ്സിൻ്റെ റൂം കൊട്ടി വിളിപ്പിച്ചു. എന്നിട്ട് റൂം തുറന്നു വരുമ്പോൾ ആ റൂംമേറ്റിനെയും കൊണ്ട് മറ്റ് റൂമുകളിലുള്ള അദ്ദേഹത്തിൻ്റെ സഹപാഠികളെ കൊണ്ട് ഇവനെ അടിപ്പിക്കുകയാണ്. ആ സഹപാഠികൾ കരഞ്ഞുകൊണ്ട് പോയതിനെപ്പറ്റി ആ റിപ്പോർട്ടിനകത്ത് എഴുതിയേക്കുകയാണ്, ഇവനെ അടിക്കാൻ നിർബന്ധിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ക്രൂരന്മാരാകാൻ കഴിയുക? ദയവ് ചെയ്ത് നിങ്ങളെല്ലാ കോളേജുകളും ജയിച്ചു, നിങ്ങളെല്ലാ യൂണിവേഴ്സിറ്റികളും എടുത്തു, മനുഷ്യന്മാരെ കൊല്ലുന്ന പാർട്ടിയായി. അതിനുവേണ്ടിയല്ല നിങ്ങൾ ഈ പേക്കൂത്തെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ അത് നിർത്ത്. നിങ്ങൾക്ക് ബാക്കി എന്ത് നിങ്ങൾ ചെയ്തു അത് മാത്രം ഒന്ന് നിർത്താനായിട്ടുള്ളൊരു ശ്രമം CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും.